അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളുടെ INB യാത്രയുടെ, നമ്മളുടെ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു INB ട്രിപ്പിന് ഇറങ്ങിയിട്ട് 3 മാസമായി കേട്ടോ. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ വീട് വിട്ടിറങ്ങിയിട്ട് 84ാമത്തെ ദിവസം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ലോൻവാലയിലത്തെ കാഴ്ചകളൊക്കെയാണല്ലോ കണ്ടത്. ലോൻവാലയിൽ ഞാൻ നവി മുംബൈ ഭാഗത്തേക്ക് വന്നു. ഇവിടെ ഒരു ഡോർമെട്രി എടുത്ത് അപ്പൊ ഇന്ന് നമ്മൾ ഇവിടുന്ന് ലീവ് ചെയ്യാണ് കേട്ടോ. നമ്മൾ പോകാൻ പോകുന്നത് മുംബൈയിലത്തെ ഫോർട്ട് ഏരിയയിലേക്കാണ്. അതായത് നമ്മുടെ താജ് ഹോട്ടലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും മറൈൻ ഡ്രൈവും ഒക്കെ ഉൾപ്പെടുന്ന മുംബൈയുടെ ഏറ്റവും സുന്ദരമെന്ന് ഞാൻ കരുതപ്പെടുന്ന ആ ഒരു ഫോർട്ട് റീജിയനിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പൊ അടുത്ത കുറച്ച് ദിവസം എന്തായാലും ഞാൻ ആ ഒരു ഫോർട്ട് ഏരിയയിൽ ഉണ്ടാവും. നമ്മൾ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ കുറച്ച് ദിവസം നിൽക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് മുംബൈയിലത്തെ കുറെ കിട്ടിലൻ കാഴ്ചകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഈ വീഡിയോയിൽ മുംബൈയിലത്തെ ട്രാഫിക് പോലീസുകാർ എന്നെ പിടിച്ച് കൊടയുന്ന കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. 2000 രൂപയാണ് കേട്ടോ ഒരു ഫൈൻ ചോദിച്ചത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണണേ. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മളുടെ റൈഡ് തുടങ്ങുകയാണ് കേട്ടോ. കേരളം വിട്ടതിന് ശേഷം നല്ല മലയാളി ഫുഡൊക്കെ കഴിക്കാൻ കിട്ടിയേക്കുന്നത് ഭയങ്കര കുറവാണ്. പക്ഷേ ഈ മുംബൈ ഭാഗത്തൊക്കെ മലയാളി റെസ്റ്റോറൻറ്റുകൾ ആവശ്യം പോലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഊണും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഈ റൈഡിനിടയിൽ കണ്ടൊരു മലയാളി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഊണ് കഴിച്ചേട്ടോ. ഫിഷ് കറി മീൽസ് ആണ് കഴിച്ചത്. നല്ല ആവോലി കറിയൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ഒരു ഊണ് കഴിച്ച്. കേരളത്തിന് പുറത്ത് ഇതുപോലത്തെ മലയാളം ബോർഡുകൾ കാണുന്നത് നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ റൈഡ് കണ്ടിന്യൂ ചെയ്യാണ്. മുംബൈ എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയ സിറ്റിയാണ്. ഈ സിറ്റിയിൽ പാവപ്പെട്ടവനും പണക്കാരനും അങ്ങനെയുള്ള ഒട്ടനേകം മനുഷ്യർ ജീവിക്കുന്ന ഒരു വലിയ സിറ്റിയാണ് മുംബൈ. മുംബൈയിലേക്ക് കയറിയപ്പോൾ തന്നെ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഇടയ്ക്ക് കാണും. കൊച്ചു കുട്ടികളൊക്കെ വലിയ ഭാരമൊക്കെ ചുമന്നോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടാവും. വഴിയോര കച്ചവടക്കാരായിട്ട് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഇരിപ്പുണ്ടാവും. അതേസമയം തന്നെ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുകൾ ഭാഗം പോലും കാണാൻ പറ്റാത്ത അത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളും അതും ഈ മുംബൈയിലുണ്ട്. അതുകൊണ്ടാണ് പണക്കാരനും പാവപ്പെട്ടവനും ഒക്കെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 1 മണിക്കൂർ റൈഡൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ഫോർട്ട് റീജിയനിലേക്ക്. അപ്പോൾ അവിടെ എത്തിയിട്ട് വേണം സ്റ്റേയും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. മുംബൈയുടെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. പിന്നെ ഒരുപാട് സിഗ്നൽസ് ഉണ്ട്, ഒരുപാട് സ്പീഡിങ് ക്യാമറകളുണ്ട്. റോഡുകളും അത്യാവശ്യം വലിപ്പമുള്ള റോഡുകളാണ്. ഒരു 6 വരിപ്പാതയോ അല്ലെങ്കിൽ 8 വരിപ്പാതയോ എന്നൊക്കെ പറയാൻ പറ്റുന്ന അത്രയും വലിപ്പമുള്ള റോഡുകളാണ്. പിന്നെ ഇവിടെയൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതും എന്തായാലും സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല പോഷ് ഏരിയാസ് ആണ്. 2 സൈഡിലും ആകാശമുട്ടം നിൽക്കുന്ന കെട്ടിടങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ട്രാഫിക് നല്ല കൂടിക്കൂടി വരുവാണ് കേട്ടോ. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് റോഡിൽ, അത്രത്തോളം വണ്ടികളും ഉണ്ട്. ഇവിടെ മുംബൈയിലുള്ള ഓട്ടോറിക്ഷകളൊക്കെ നമ്മുടെ കേരളത്തിലേതുപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു രൂപവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആ ഒരു ബ്ലാക്കും യെല്ലോയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഓട്ടോറിക്ഷകളാണ് നമ്മളുടെ നാട്ടിലുള്ള അതേ കളർ തന്നെയാണ് കേട്ടോ. ഇവിടെ ഓട്ടോകൾ ഒരുപാടുണ്ട്, ഇഷ്ടംപോലെ ഓട്ടോറിക്ഷകളുണ്ട്. ഇവരുടെ റൈഡിങ് സ്കിൽസ് ഒക്കെ കുറച്ച് പരിതാപകരമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾക്ക് ആദ്യത്തെ പണി കിട്ടുന്നത്. ഇതൊരു ഫ്രീ ലെഫ്റ്റ് ആണെന്ന് കരുതിയിട്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നെ ട്രാഫിക് പോലീസ് ഇപ്പൊ പിടിക്കും. എന്നിട്ടുണ്ടായ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു. टर्न मारताना लायसन दाखवा. सिग्नल बंद आहे, टर्न मारायचा स्ट्रेट. लेफ्ट बंद असताना आता सुटलाय लेफ्ट. मैं इधर है, इधर था साहेब. आपला लेफ्ट बंद असताना आपण टर्न मारला. कॅमेरा आहे ना, हा चेक करायची. नहीं इधर था हाँ तो वहाँ से आए ना, तब आगे का सिग्नल बंद था भाई. इसमें कैमरा होता है ना, चेक करो इसमें सिग्नल जब तक जाए. लाइसेंस दिखाइए. और सभी लगेज इनसाइड है. ठीक है, ऑनलाइन फाइन आएगा, बाद में पे करना. फाइन कितना है? पहला है तो 500 है, सेकंड है तो 1500 है. सर एक्चुअली आई थॉट इट्स फ्री लेफ्ट. सर फ्री लेफ्ट रहता है, पर जब स्ट्रेट सिग्नल चालू रहता है तब लेफ्ट बंद रहता है. वन टाइम फॉलो करना है आपको, देख के सिग्नल देख के क्रॉस करना है. प्लीज फॉरगिव मी फॉर वन टाइम. आई एम करंटली ऑन ऑल इंडिया ट्रिप राइट नाउ. प्लीज एक्सक्यूज मी फॉर वन टाइम. सर मराठीत बोललं तरी चांगलं होईल, नाही तर हिंदीत बोला. दुसरी इंग्रजी नाही येत मला. एक्सक्यूज़ करो एक टाइम को. मैम आई एम फर्स्ट टाइम हियर, मुझे नहीं मालूम ये रोड का. आपको नहीं मालूम ये रोड? फ्रॉम केरला से आता है. केरला से. प्लीज फॉरगिव मी फॉर वन. हिंदी में बात नहीं कर सकते केरला की. माफ़ कीजिए फॉर एक टाइम. नहीं, अंग्रेजी आती नहीं हमको ज़्यादा ना, समझ आती है पर पता नहीं. क्या चाहिए
താങ്ക്സ്. आगे से देख के आओ हाँ? ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. അപ്പൊ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിത് ആ ഒരു സീരിന്ന് സ്കൂട്ടായിട്ടിട്ട് ആ ഒരു മേഡം ഒരു പാവമായിരുന്നതുകൊണ്ട് എന്നോട് പൊക്കോളാൻ പറഞ്ഞേ. പിന്നെ നമ്മളുടെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളും ഭയങ്കര പരിതാപകരമാണല്ലോ. അതൊരു ഫ്രീ ലെഫ്റ്റ് ആണോ എന്ന് കരുതിയിട്ടാണ് എടുത്തത്. ഇനി അങ്ങനെ റിപ്പീറ്റ് ചെയ്യില്ല, ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ്, ലോങ് ട്രിപ്പിലാണ്, ILD യാത്രയിലാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു മേഡം ഒന്ന് അലിഞ്ഞു. കുറച്ചു നേരം അവരോട് സംസാരിച്ചു, പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും 500 രൂപ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു, അത് പോവാതെ രക്ഷപ്പെട്ടു. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഫ്രീ ലെഫ്റ്റ് അലൗഡ് അല്ലാത്ത സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ, പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ഇനി നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ട്രാഫിക് പോലീസുകാരെ പിടിച്ച് എന്നെ വെറുതെ വിടുന്നത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ. ഒരു തവണ ഗോവയിലായിരുന്നു. ഗോവയിൽ 1500 രൂപയാണ് അവർ പെറ്റി ചോദിച്ചത്. അത് 2 വീലേഴ്സ് അലൗഡ് അല്ലാത്ത എക്സ്പ്രസ് ഹൈവേ കൊണ്ടുപോയിട്ട് ഞാൻ സ്കൂട്ടർ ഏരിയനായിരുന്നു ആ ഫൈൻ അവർ അടിച്ചത്. അതും ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഫൈൻ അടിക്കാതെ തന്നെ എന്നെ അവർ പറഞ്ഞു വിട്ടു കേട്ടോ. അതേപോലെ ഇപ്പോൾ ഇവിടെയും നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് കുറച്ചൊക്കെ ക്യാമറ ഉള്ളത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടതെന്ന് പറയാം. കാരണം ക്യാമറ ഒക്കെ കാണുമ്പോഴത്തേക്ക് പൊതുവെ എല്ലാവരും ഒന്ന് നല്ലവരാകും. പക്ഷെ എന്നിരുന്നാൽ പോലും അവർക്ക് ഫൈൻ വാങ്ങിക്കാനുള്ള നിയമപരമായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു മനസ്സിന്റെയും കൂടിയാണ് നമ്മളെ വെറുതെ വിട്ടത്. നല്ല ട്രാഫിക് ആണല്ലോ ഗുയിസ്. അയ്യോ, എഴഞ്ഞെഴഞ്ഞ് പോകേണ്ടി വരുമല്ലോ. ഇവിടെ എന്തോ ടോള എന്തോ ഉണ്ടെന്ന് തോന്നുന്നത്. എന്തിനാണാവോ ഇവിടെ ബ്ലോക്ക്? കണ്ട, ഇവിടെ ഒരു ടോൾ പ്ലാസ ഉണ്ട്, വെറുതെ അല്ല. ഈ 2 വീലേഴ്സ് ഒക്കെ എല്ലാ ബ്ലോക്കിൽ കിടക്കുകയാണ്. ഞാൻ ഇടയിൽ കൂട്ടി ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ എടുത്തോണ്ടെങ്കിൽ പോകുന്നത് കണ്ട. ഇത്ര ഉള്ള കാര്യം, അതിനാണ് നമ്മൾ അത്രയും നേരം ബ്ലോക്കിൽ കിടന്നത്. അങ്ങനെ ഗുയിസ് നമ്മൾ മെട്രോയുടെ ഒക്കെ ആ ഒരു ഭാഗങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുംബൈയിലത്തെ മെട്രോ ട്രെയിനുകൾ ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾ മിക്കവാറും എല്ലാവരും തന്നെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ആൾക്കാരൊക്കെ ഇടിച്ച് കയറി തിങ്ങി നിരങ്ങിയൊക്കെ പോകുന്ന ട്രെയിനുകൾ. അത് മുംബൈയുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മുംബൈയിലത്തെ ലോക്കൽ ട്രെയിനും അവിടുത്തെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം നമ്മൾ എന്തായാലും ട്രൈ ചെയ്യും കേട്ടോ. ഇവിടെ മുംബൈയിൽ ഞാൻ കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. സ്കൂട്ടർ നമ്മൾ അധികം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് ട്രാഫിക് കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഭയങ്കര ചീപ്പാണെന്ന് കേട്ടിട്ടുണ്ട്. ബസ്സാണെങ്കിലും ട്രെയിൻ ആണെങ്കിലും ഭയങ്കര തുച്ഛമായിട്ടുള്ള റേറ്റുകളേ ഉള്ളൂ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ബസ്സും ഷെയർ ടാക്സികളും ട്രെയിനും എല്ലാം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഗുയിസ് നമ്മളീ പൊക്കോണ്ടിരിക്കുന്നത് പീക്ക് ടൈമിങ്ങിലൊന്നും അല്ല കേട്ടോ. ഉച്ചയ്ക്ക് വണ്ടി പിടിച്ചിട്ടാണ് ഇത്രയും തിരക്ക്. വല്ല പീക്ക് ടൈമിലൊക്കെയാണ് വരുന്നതെങ്കിൽ, അതായത് ഈവനിങ്ങിൽ ഒരു 4 to 8 മണി വരെയുള്ള സമയത്തൊക്കെയാണ് നമ്മൾ ഈ വഴി പോകുന്നതെങ്കിൽ എനിക്ക് ആ തിരക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഇപ്പം തന്നെ ഇത്രയും തിരക്കുണ്ട്. അപ്പം എന്തായിരിക്കും? മുട്ടിന് സിഗ്നൽസ് ആണ് സുഹൃത്തുക്കളെ. നമ്മൾ ഓരോ 100 മീറ്റർ പോകുമ്പോഴും അവിടെ ഒരു സിഗ്നൽ ഉണ്ടാവും. ഒരു കണക്കിന് നല്ലതാണ്. വണ്ടികളെല്ലാം കൂടി കുത്തിക്കയറ്റി വന്നിട്ട് ബ്ലോക്ക് ആവുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ ആ സിഗ്നൽസ് ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് പോകുന്നത്. കുറച്ച് നേരം സിഗ്നലിൽ കിടക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, മണിക്കൂറുകളുള്ള ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. ഗുയിസ് ഈ മുംബൈയിലത്തെ ഷെയർ ടാക്സികളുടെ ആ ഒരു അപ്പിയറൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയല്ലേ. ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനുമാണ്, ബ്ലാക്കും യെല്ലോ ആയിട്ടുള്ള. പണ്ട് സിനിമകളിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ടാക്സികൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ നേരിട്ട് റിയൽ ലൈഫിൽ കാണുകയാണ്. ഈ ഏരിയയിലൊക്കെ എന്താണ് ഓട്ടോറിക്ഷകൾ ഇല്ലാത്തതെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം മനസ്സിലായ ഒരു കാര്യമാണ്, ഇവിടുത്തെ ട്രാഫിക് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ടാണ് ഓട്ടോറിക്ഷകൾ അലോ ചെയ്യാത്തത് കേട്ടോ. കാരണം ഓൾറെഡി ഒരുപാട് വാഹനങ്ങളുടെ ഏരിയയാണ് സൗത്ത് മുംബൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓട്ടോറിക്ഷയോട് വന്നു കഴിഞ്ഞാൽ അതിൽ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കൂടും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അപ്പം ഇവിടെ ഫുൾ ടാക്സികളാണ് ഓടുന്നത്. ഷെയർ ടാക്സികൾ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റും. ഷെയർ ടാക്സികളാണ് ഇവിടുത്തെ മെയിൻ. അപ്പോൾ ബീസ് നമ്മളത് റൈഡിനിടയിൽ ഒരു ബ്രോനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഹായ് ബ്രോ. Hi, വാട്ട്സ് യുവർ നെയിം? my name is Rahul. രാഹുൽ. ആൻഡ് യു ആർ ഫ്രം? I'm from Mumbai. മുംബൈ തന്നെയാണ്. നമ്മളിത് റൈഡിനിടയിൽ തന്നെ സൈഡാക്കാൻ വേണ്ടി പിടിച്ചു നിർത്തിയതാണ് കേട്ടോ. Yeah, ഇവ നൈസ് മീറ്റ് യു ബ്രോ. nice to meet you too, bro. I wish you all the best. Like you have a very good journey. Yeah. Travel safely. Don't travel at night. I will suggest you that. First of all, like Gujarat and Rajasthan, the roads are in between not so good. So have a safe journey. Yeah. Hi, bro. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ബ്രോ എന്നോടൊക്കെ ഇങ്ങോട്ട് വന്ന് വണ്ടി നിർത്തി സംസാരിച്ചാണ് കേട്ടോ. അപ്പോൾ ആള് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിയുടെ നമ്പറൊക്കെ തന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു.
നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഇതേപോലെ ആളുകൾ ഇങ്ങോട്ടേക്ക് ഭയങ്കര താല്പര്യത്തോടൊന്ന് സംസാരിക്കുകയും സഹായങ്ങളൊക്കെ ഓഫർ ചെയ്യുകയും ചെയ്യാറുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾക്കറിയാത്തൊരു സ്ഥലത്ത് നമ്മളിതേപോലെ കേരളത്തിൽ നിന്ന് വരുന്നതാണ്, ഒരു ലോങ് ട്രിപ്പിലാണെന്നൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആളുകൾ ഇങ്ങോട്ടും സംസാരിക്കുമ്പം അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ മുംബൈയിലത്തെ ബൈക്കുളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഡോർമെട്രീസ് ആണ് നോക്കുന്നത്. കാരണം നമ്മുടെ ബഡ്ജറ്റും ഭയങ്കര കുറവാണ്. ഡോർമെട്രീസ് ആണ് നമ്മൾക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത്. ഇതാ ഒരു ബൈക്കുളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഭയങ്കര ബ്ലോക്കാണ്, നല്ല ട്രാഫിക് ഉണ്ട്. ഇതിവിടെ സൗത്ത് മുംബൈയിലത്തെ ബൈക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തുള്ള മസ്ജിദ് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ് കേട്ടോ. മസ്ജിദ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള മോസ്കോ കാര്യങ്ങളോ ഉണ്ടാവുമായിരിക്കാം. ഭയങ്കര തിരക്കാണ്. ഇതൊരു പക്ക മാർക്കറ്റ് ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരുപാട് മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ മുസ്ലിംസ് ഒക്കെ ഒരുപാടുള്ള ഏരിയ ആണ്. ഇവിടെ ഒരു ഡോർമെട്രി ഞാൻ നോക്കിയായിരുന്നു. 250 രൂപയ്ക്ക് ഒരു ഡോർമെട്രി ഉണ്ട്. അപ്പം നമുക്കൊന്ന് തപ്പിപ്പോയി നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഈ ഉന്തുവണ്ടികളായിട്ട് കിടക്കുന്നവർക്കാണ് ഏറ്റവും പരിഗണന. കാരണം അവർ പോയിട്ടാണ് ബാക്കിയുള്ള വണ്ടികളൊക്കെ പോകുന്നത്. കാരണം അവർ നോക്കുന്നൊന്നുമില്ല, ഇത് മാർക്കറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ അവർ അവരുടെ ഏരിയ ആണ്. ഈ ട്രോളിയൊക്കെ വലിച്ചുകൊണ്ട് പോകുന്ന ആളുകളും വലിയ ലോഡൊക്കെ ആയിട്ട് വരുന്ന ആളുകളൊക്കെ അവരാണ്. ബാക്കിയുള്ള വണ്ടികളൊന്നും ഒരു മൈൻഡ് പോലും ചെയ്യില്ല. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ അന്വേഷിച്ച് വന്ന ഒരു ഡോർമെട്രി. ഇത് ആ പ്രോപ്പർ മാർക്കറ്റ് ഏരിയ ആണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. നല്ല ക്രൗഡ് ഏരിയ ആണ്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിനിടയിൽ കൂടെ വണ്ടി കൊണ്ട് പോകുന്നത് തന്നെ നല്ല ടാസ്ക്കാണ്. പിന്നെ രണ്ട് സൈഡിലുള്ള കച്ചവടക്കാരെ കണ്ടില്ലേ, ഇവരൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടാവും. നമ്മളിതിനിടയിൽ കൂടെ വേണം വണ്ടിയായിട്ടൊക്കെ പോകാനായിട്ട്. പിന്നെ ഈ പിടിച്ചോറി മോഷണമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. നമ്മളുടെ ഈ ഒരു ഫോൺ ഹോൾഡറിൽ ഇരിക്കുന്നത് പോലും അത്ര സേഫ് ഒന്നും അല്ല. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ എവിടെയെങ്ങാണ്ടാണ് ആ ഒരു ഡോർമെട്രി ഉള്ളത്. നമുക്ക് ഒന്നുകൂടി ഒന്ന് തപ്പി നോക്കാം. होटल पंजनी पैलेस किधर है भैया? पंजनी पैलेस, होटल पंजनी ऊपर है, ऊपर जाकर लेफ्ट। थैंक्स। ഗുയിസ്, നമ്മളിപ്പോൾ കാണാൻ പോയ ഡോർമെട്രി ഉണ്ടല്ലോ, അതൊരുമാതിരി നമ്മൾ ഗുണ്ടാ സംഗീതത്തിൻ്റെ ഒക്കെ ഉള്ളിൽ കയറത്തില്ലേ, അതുപോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. ഭയങ്കര ചെറിയ ഇടുങ്ങിയ വഴികളും അതിൻ്റെ മുകളിലൊരു സ്ഥലവും അതിനകത്തൊരു ഇടുങ്ങിയ കുടിസും മുറിയും. ആ റൂമിനകത്ത് തന്നെ ഏകദേശം ഒരു 10-20-30 പേരെങ്കിലും ഉണ്ടാവും ആ റൂമിൻ്റെ അകത്ത്. എനിക്ക് കണ്ടിട്ട് ഭയങ്കര നെഗറ്റീവ് അടിച്ച് എന്തോ ഒരു ചെറിയൊരു ഉൾഭയമൊക്കെ വന്ന് ഞാനപ്പോൾ അധികം നേരം അവിടെ നിന്നില്ല. ജസ്റ്റ് നോക്കിയിട്ട് എനിക്ക് വേണ്ടാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി പോന്നു. ആ ഡോർമെട്രിയും ഒരു നീറ്റ്നെസ് കാര്യങ്ങളൊന്നുമില്ല, നിറച്ചും ഭായിമാരാണ് അതിനകത്ത്. അപ്പം നമുക്ക് എന്തായാലും മുമ്പോട്ടേക്ക് പോകാം. പോകുന്ന വഴി എവിടെയെങ്കിലുമൊക്കെ നല്ല ഡോർമെട്രീസ് ഒക്കെ കിട്ടും. എനിക്കൊരു 1 വീക്ക് എങ്കിലും മുംബൈയിൽ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചൊരു സ്ഥലം കിട്ടിയാൽ മാത്രമേ നമ്മൾ അത്രയും ദിവസമൊക്കെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു 3-4 ദിവസം കൊണ്ട് തന്നെ ഇവിടുന്ന് വിടും. ഗുയിസ്, അങ്ങനെ നമ്മൾ കുറേ ദൂരം മുമ്പോട്ടേക്ക് വന്നു. ഇപ്പം ഏകദേശം ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഒക്കെ അടുത്താണ് കേട്ടോ നമ്മളിപ്പോൾ. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ആ ഒരു മറൈൻ ഡ്രൈവ് ഭാഗങ്ങളൊക്കെയാണ്. അപ്പം ഇവിടെ നമുക്ക് ഡോർമെട്രീസ് ഒക്കെ കുറച്ചുണ്ട്. ഇവിടെ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം, എന്തായാലും കിട്ടും ഇവിടെ. ഞാൻ 1-2 ഡോർമെട്രി നോക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ലൊക്കേഷൻ ഇട്ടാണ് ഇപ്പോൾ പോകുന്നത്. നമുക്കവിടെ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു ഏരിയയിലൊക്കെ ഒരുപാട് ഷെയർ ടാക്സികളുണ്ട് കേട്ടോ. ഷെയർ ടാക്സികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഷെയർ ടാക്സികളുടെ ആറാടുകയാണ്. ഇവിടുത്തെ കോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ്സ് ഒരുപാട് പേര് റോഡിൽ കാണാൻ പറ്റും. ഇത് നല്ല റിച്ച് ഏരിയ ആണ് കേട്ടോ, നല്ല പോഷ് ഏരിയ ആണിത്. ആൾക്കാരുടെയൊക്കെ വണ്ടികൾ തന്നെ കാണുമ്പോൾ മനസ്സിലാവും, എല്ലാം നല്ല ആഡംബര വണ്ടികളാണ്. डॉर्मेट्री कितना है? 350 रूम कम से कम 1500 1500 कहाँ से हो? मैं केरला। कैन आई सी कोइन सेट? जूता रखो, जूता खोलना पड़ेगा। शू ओके, आई विल लुक फ्रॉम हियर। इधर लगेज सेफ है ना? इधर कैमरा है इधर अंदर? रेडी ഞാൻ ഈ ട്രിപ്പായിട്ട് ഇറങ്ങിയതാണ്. അതേക്കല്ല. ഇപ്പോൾ ഗീസ് നമ്മളിത് ഈ ഒരു ഡോർമെറ്ററിലാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്.
എൻ്റെ മുത്തൊക്കെ ദേ ഇവിടെ ഇരിപ്പുണ്ട്. റോഡ് സൈഡ് പാർക്കിംഗ് ആണ്, വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ അവിടെ ഒരു ക്യാമറ ഉള്ളതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് വെച്ചേക്കുന്നത്. ഇവിടുത്തെ സ്ഥലങ്ങൾ നോക്കിയൊക്കെ എനിക്ക് പേടിയാവുണ്ട്. നമ്മുടെ ട്രെയിൻ ഇവിടെ ഗോർഗാവിലേക്കുള്ള ട്രെയിന്. ഹോൾ ഫാമിലി ധന്യവാദ്. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ ഇതാണ്. നമ്മൾ മുംബൈയിലത്തെ മറൈൻ ഡ്രൈവിൽ 2008 ഇന്ത്യ മൊത്തത്തിൽ നടുക്കിയ ആ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന ഹോട്ടൽ ഇവിടെയാണ്.